ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, ഞാൻ നൗറീൻ ആൻഡ് യു വാച്ചിങ് നൗറീൻ സെൽഫ് കഫേ. എൻ്റെ ചാനലിൽ ഡെയിലി വ്ളോഗ്സും ആർട്സും ക്രാഫ്റ്റും അങ്ങനെയെല്ലാം ഉണ്ട്. ബാക്കിയുള്ളതും ഇനി വരുന്നതുമായ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്യുക, കാണുക ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് ഡൈക്കറ്റ് സ്മാർട്ട് എന്ന് പറയുന്ന ട്രെൻഡിങ് ഷോപ്പിലേക്കാണ്. നമ്മുടെ പാലാരിവട്ടത്താണ് ഷോപ്പ്. ബാക്കി നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല, കുറച്ച് ദൂരം കൂടി ഉണ്ട്. പാലാരിവട്ടത്താണ്. കറക്റ്റ് ലൊക്കേഷൻ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പോയി വന്നിട്ട് ഡൈക്കറ്റ് സ്മാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി മേളിൽ ചെന്നിട്ട് അപ്പോൾ ഗായ്സ്, നമ്മൾ ഡൈക്കറ്റ് സ്മാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡൈക്കറ്റ് സ്മാർട്ടിൽ ലൊക്കേഷൻ വരുന്നത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടം പരാഗ് ഫാഷൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പം ഇവിടെ കുറേ ഡയറീസ് ആട്ടോ ഞാൻ നോക്കുന്നത്. എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. കാരണം ഈ കടയിലേക്ക് ഞാൻ കയറിയിട്ട് എനിക്ക് കിളി പോയ അവസ്ഥയായിരുന്നു. കാരണം അത്രയും ഹ്യൂജ് കളക്ഷനാണ് ഇതിനകത്തുള്ളത്. ക്യൂട്ടായിട്ടുള്ള ഈസ്തെറ്റിക് ആയിട്ടുള്ള, ഞാൻ ഇപ്പോൾ പറയട്ടെ, നമ്മളെ ഒരു ജാപ്പനീസ് അല്ലെങ്കിൽ ഒരു കൊറിയൻ ഷോപ്പിലേക്ക് കയറിയ പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ കൊറിയയിലാണോ കേരളത്തിലാണോ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോയി. കാരണം അത്രയും നല്ല കളക്ഷൻസാണ്. കുഞ്ഞു പിള്ളേരൊന്നും കൊണ്ട് വരണ്ട, വന്നു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാണെന്നറിയാൻ പറ്റത്തില്ല. അത്രയും കളക്ഷൻസാണ്. ഇപ്പോൾ കാണിച്ചതൊക്കെ ടേബിൾ ലാമ്പും ഫാനും ഓർഗനൈസേഴ്സൊക്കെയാണ്. ഇതൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സാണ്. അതിൻ്റെയൊക്കെ ഭംഗി നോക്കി. പിന്നെ അപ്പുറത്ത് കാണുന്നത് മഷ്റൂം തീമിലൊക്കെ വന്നത് നമ്മുടെ മണി സേവിങ് ബോക്സാണ് കേട്ടോ. പിന്നെ അത് പൗച്ചസ്, ഇറേസേഴ്സ്, പെൻസിൽസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. വാഷി ടേപ്സിൻ്റെയൊക്കെ ഹ്യൂജ് കളക്ഷനാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. ഞാൻ ഇറേസർ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ടില്ല. ഇറേസറിൻ്റെ ആവശ്യം എനിക്കങ്ങനെ വരാറില്ലാത്തത് കൊണ്ടിട്ട് ഇറേസർ ഞാൻ അങ്ങനെ തോന്നുന്നു എടുത്തിട്ടില്ല. ബാക്കി പെൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എനിക്ക് വെളിവുണ്ടായിരുന്നില്ല എടുക്കാൻ നേരം. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ലഞ്ച് ബോക്സാണ് കേട്ടോ. എനിക്ക് എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും പറ്റുന്ന പോലെ, എനിക്ക് ടൈമുള്ള പോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഈ കാണുന്നതൊക്കെ സ്ലൈമാണ് കേട്ടോ. ഞാൻ ബേസിക്കലി ഒരു സ്ലൈം ഫാനൊന്നും അല്ല, പക്ഷേ സ്ലൈം എനിക്ക് ഇഷ്ടമാണ്. ജസ്റ്റ് നോക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്, അല്ലാണ്ട് ഫാനൊന്നുമല്ല. പിന്നെ സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസൊക്കെ കണ്ടു. സ്കെച്ച് പെൻസ്, ബ്രഷ് പെൻസ്, വാട്ടർ ബ്രഷ് പെൻസ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷനാണ്. സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻ എവിടെയും തീരത്തില്ല കേട്ടോ. ഇത് ബാഗാണ്. എസ്തെറ്റിക് ആയിട്ടുള്ള ബാഗും ക്യൂട്ടായിട്ടുള്ള ബാഗും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇവിടെ വരുന്നത് ക്ലോക്ക്, അതേപോലെ തന്നെ ലാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ബ്യൂട്ടി പ്രോഡക്റ്റ്സും ഉണ്ട്. ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ആക്സസറീസ് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ക്ലിപ്പ്, സ്ലൈഡ് പോലത്തെ സാധനങ്ങളില്ലേ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അത് കുറച്ചേ ഉള്ളൂ, എന്നാലും നല്ല കളക്ഷൻസാണ് അവർ കൊണ്ട് വച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ പറയാനായിട്ടുള്ളത്, ഇത് റബ്ബറാണ് കേട്ടോ. അതായത് ഇറേസർ ഇല്ലേ, അത് മാഗിയുടെ തീമിൽ, നൂഡിൽസ് തീമിലൊക്കെ വരുന്ന മാഗി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള അങ്ങനത്തെ കുറേ കണ്ടു ഞാൻ. പിന്നെ ഇതൊക്കെ വന്നിട്ടുള്ളത് സ്കെയിലാണ് നമ്മുടെ. അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽസൊക്കെ കണ്ടിട്ട് എൻ്റെ കിളി പോയി, അത്ര ഭംഗിയായിരുന്നു. ഇത് പെൻസിൽസും പെൻസുമാണ്. പക്ഷേ പെൻസാണ് തോന്നുന്നു കൂടുതലും. ഞാൻ എല്ലാം പെന്നാണ് നോക്കിയത് കേട്ടോ. എടുത്തപ്പോൾ അതൊക്കെ എല്ലാം പെന്നായിരുന്നു. ഈ പേന പെൻസിലിനൊക്കെ നമ്മൾ പണ്ട് പറയും, അതേപോലത്തെ പെന്നായിരുന്നു. പിന്നെ ഇത് പ്രിറ്റി സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാട്ടോ അത്. അപ്പം ഇതിനകത്ത് ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതാനും വിൻറ്റേജ് തീമിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ബുക്സും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ജേർണലിങ്ങിനെ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്, അമീർ എന്നാണ് കേട്ടോ പേര്. അപ്പം പുള്ളിക്കാരനായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതെന്താണെന്നുള്ളത് ഒരു സ്റ്റേഷനറി ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഇപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ്. അപ്പം പോണ വഴിക്ക് നമ്മൾ പിന്നെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു കാക്കനാടുള്ള ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് എനിക്ക് ക്യാൻവാസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം.